ഇന്നത്തെ റെസിപ്പി ഒരു മിൽക്ക് എഗ് പൊറോട്ടയാണ്. ബ്രേക്ക്ഫാസ്റ്റായിട്ടും ലഞ്ചായിട്ടും ഡിന്നറായിട്ടും ഒക്കെ നമുക്കിത് ഉപയോഗിക്കാം. നല്ല എഗ് കുറുമയൊക്കെ ആണെങ്കിൽ ഇതിന് നല്ല കോമ്പിനേഷനാണ്. പെട്ടെന്നുണ്ടാക്കിയെടുക്കാവുന്ന ഒരു പൊറോട്ടയാണിത്. ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ പൊറോട്ട നല്ല സോഫ്റ്റാണ്. ഇതുണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് വീഡിയോയിലൊന്ന് കണ്ടു നോക്കാം. എഗ് മിൽക്ക് പൊറോട്ട ഉണ്ടാക്കുന്നതിന് ഞാൻ 1 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. നമുക്കിതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് 1 മുട്ട പൊട്ടിച്ചൊഴിക്കാം. ആ മുട്ടയെല്ലാം കൂടെ ഒന്നുകൂടെ മിക്സ് ചെയ്യാം. നമ്മൾ ഈ പൊറോട്ട ഉണ്ടാക്കുന്നതിന് പാലും മുട്ടയും അഡീഷണലായിട്ട് ചേർക്കുന്നുള്ളൂ. വെള്ളം നമ്മൾ ചേർക്കുന്നില്ല. ഇതിലേക്കൊരു 60 ml പാൽ, അതായത് 1/4 കപ്പ് പാലും കൂടെ ഒഴിച്ചു കൊടുക്കാം. നമുക്ക് കൈ കൊണ്ട് കുഴച്ചെടുക്കാം. നല്ലപോലെ കയ്യിലൊരു സ്വല്പം എണ്ണയും കൂടെ പുരട്ടിക്കൊണ്ട് കുഴച്ചെടുത്തിരിക്കുകയാണ്. തോറും നല്ല സോഫ്റ്റായിട്ട് വരും. നമുക്കിതൊരു 10 മിനിറ്റ് ഇങ്ങനെ വെക്കാം. 10 മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ ആ മാവ് 6 ഉരുളകൾ ഉരുട്ടിയെടുത്തിരിക്കുകയാണ്. നമുക്കിനി പരത്താം. നമുക്കിതിൻ്റെ മുകളിൽ കുറച്ച് എണ്ണയൊന്ന് പരട്ടി കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ പോലുമില്ല, ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ മുകളിലായിട്ട് മിൽക്ക് പൗഡർ ഒരു 1/2 ടീസ്പൂൺ അതും സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. പഞ്ചസാര വേണ്ടവർക്ക് വേണമെങ്കിൽ ചേർക്കാം, ഞാൻ ചേർക്കുന്നില്ല. പഞ്ചസാരയൊക്കെ ഇട്ടാൽ നല്ല ടേസ്റ്റാണ്. നമുക്കിതൊന്ന് സ്ക്വയറായിട്ടൊന്ന് മടക്കിയെടുക്കാം. വീണ്ടും ഇത് പരത്തി കൊടുക്കാം. പൊറോട്ട പരത്തിയെടുത്തിരിക്കുകയാണ്. ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. എന്നിട്ട് ബാക്കിയുള്ളതും കൂടി ഒന്ന് പരത്തിയെടുക്കാം. നമ്മൾ ആ എഗ് മിൽക്ക് പൊറോട്ട മുഴുവൻ പരത്തിയെടുത്തിരിക്കുകയാണ്. നമുക്കിനി ഇതൊന്ന് ചുട്ടും കൂടി എടുക്കാം. ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ചെറിയ ഫ്ലെയിമിൽ വേണം നമ്മളിത് ചുട്ടെടുക്കാൻ. കരിഞ്ഞു പോയത് നല്ലപോലെ കൊമളിച്ച് വരാനുള്ളതാണ്. നമുക്ക് ഓരോന്നിട്ട് കൊടുക്കാം. തിരിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ തിരിച്ചും മറിച്ചും ഇട്ടൊന്ന് പൊറോട്ട ഒന്ന് വെന്ത് കിട്ടണം. നല്ല കൊമളിച്ച് വരുന്നുണ്ട്. ചെറുകെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. നമുക്കിതിൽ 1/2 ടീസ്പൂൺ എണ്ണയും കൂടെ ഒഴിച്ച് കൊടുക്കാം. ഒന്ന് കൊമളിച്ചുമൊക്കെ വരാൻ വേണ്ടിയാണ്. മറിച്ചിട്ട് കൊടുക്കാം. ക്വാണ്ടിറ്റി കൂടുതൽ വേണ്ടവർക്ക് നമ്മൾ 1 കപ്പ് എടുത്തെടുത്ത് കൂടുതൽ എടുത്താൽ മതി. നമുക്ക് ഈ പൊറോട്ട എടുക്കാം. ബാക്കിയുള്ളതും ഇതുപോലെ ഒന്ന് ചുട്ടെടുക്കാം. നല്ല ഹെൽത്തി ആയിട്ടുള്ള പൊറോട്ടയാണ്. എടുക്കുമ്പോഴേ അറിയാം, നല്ല സോഫ്റ്റാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണം. ഇഷ്ടമായാൽ ചാനൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകല്ലേ കൂട്ടുകാരെ. നാളെ നല്ല വീഡിയോയുമായിട്ട് വരുന്നത് വരെ ബൈ.